വണ്ടിയുടെ മിറേഴ്സ് കണ്ടോ, BMW GS ഓർമ്മപ്പെടുത്തുന്ന രീതിക്കുള്ളൊരു മിറേഴ്സാണ്. വെൽക്കം ബാക്ക് ടു സണി സൈഡ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മാറ്ററിൻ്റെ എയറ 5000+ ആണ്. മാറ്റർ ഇന്ത്യയിൽ ഇറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 2 to 3 years ആയി എന്നുള്ളത്. പക്ഷേ ഇതിനെ യൂണീക്കാക്കി നിർത്തുന്ന ഒരു കാര്യമുണ്ട്. ഇത് EV ആണ്, പ്ലസ് ഇതിന് ഗിയർ ബോക്സ് ഉണ്ട്. അതെ, ഇതിനൊരു മാനുവൽ ഗിയർ ബോക്സ് ആണുള്ളത്. എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഈ വണ്ടി ഓടിക്കാനായിട്ട്. 5 kW ബാറ്ററി വരുന്നത്, മോട്ടർ വരുന്നത് 11.5 kW. ഇപ്പോൾ ഇന്ത്യയിൽ ആകെ കിട്ടുന്നത് 5000+ എന്ന പറയുന്ന വേരിയൻറ്റ് മാത്രമാണ്. ഇതിന് മുന്നേ 5000 എന്ന വേരിയൻറ്റ് ഉണ്ടായിരുന്നു. അതിലാകെ വ്യത്യാസം വരുന്നത് ഈ കാണുന്ന ഡിസ്പ്ലേയും പിന്നെ കീലെസ് എൻട്രി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനി ആ മോഡൽ നിർത്തലാക്കി. ഇപ്പോൾ ഈ ഒരൊറ്റ വേരിയൻറ്റ് അവൈലബിൾ ഉള്ളൂ. അതായത് മാറ്ററിൻ്റെ എയറ 5000+. ഫ്രണ്ട് ആൻഡ് ബാക്ക് 17-inch വീൽസ് ആണ് വരുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്നറിയോ, ടയർ പ്രഷർ എത്രയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് 27, ബാക്കിലോട്ട് വരാണെന്നുള്ളത് കണ്ടോ 33, അങ്ങനെ സ്പെസിഫിക്കലി എഴുതിയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ തന്നെ എൻ്റെ വണ്ടി ചില സമയത്ത് എയർ ടോപ്പ് ചെയ്യാൻ നോക്കുന്നത് ഇതിൻ്റെ ടയർ പ്രഷർ എത്രയായിരുന്നു വെറുതെ ആലോചിച്ച് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ കസ്റ്റമറിന് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. ലൈറ്റിൻ്റെ വിസിബിലിറ്റി എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പ്രൊജക്ടർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ത്രോ ഉണ്ടാവും. ഇൻഡിക്കേറ്റേഴ്സ് ശ്രദ്ധിച്ചോ, ടാങ്കിൻ്റെ ഉള്ളിൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് വന്നിരിക്കുന്നത്. അത് വണ്ടി കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. എനിക്ക് വണ്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ലുക്ക് എന്ന് പറഞ്ഞാൽ ഈ സൈഡ് വ്യൂ ആണ്. ഒരു ചെറിയൊരു കുട്ടി സ്പോർട്സ് ബൈക്കിൻ്റെ ഫീലാണ്. പിന്നെ എവിടെയൊക്കെയോ എനിക്ക് അപ്പാച്ചയുടെ ഓർമ്മയൊക്കെ വരുന്നുണ്ട്. ഈ ഗ്രാബ് ഹാൻഡിൽ ആണെന്നുണ്ടെങ്കിലും ഈ സീറ്റ് ആണെന്നുണ്ടെങ്കിലും എനിക്ക് അപ്പാച്ചെ RTR 160 200 അതിൻ്റെയൊക്കെ ഒരു ഓർമ്മ വരുന്നുണ്ട്. പിന്നെ ടെയിൽ ലൈറ്റിലോട്ട് വരുമ്പോൾ ടെയിൽ ലൈറ്റും അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ഒരു റെയർ ഹഗർ കൊടുത്തിട്ടുണ്ട്. ആ ഹഗറിലാണ് ഇൻഡിക്കേറ്റേഴ്സ് വന്നിരിക്കുന്നത്. ലിക്വിഡ് കൂൾ ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ഗിയർ ഓയിൽ ആണെന്നുണ്ടെങ്കിലും കൂളൻ്റ് ആണെന്നുണ്ടെങ്കിലും എവറി 45,000 കിലോമീറ്റേഴ്സിൽ മാത്രമാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. അതായത് 9th പെയ്ഡ് സർവീസിലായിരിക്കും ഗിയർ ഓയിലും കൂളൻ്റ് ചേഞ്ച് ആദ്യം വരാൻ പോകുന്നത്. അതുവരെ ജസ്റ്റ് നോർമൽ ചെക്കപ്പും പിന്നെ ബ്രേക്ക് പാഡ്സ് ചിലപ്പോൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ബ്രേക്ക് പാഡ്സ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് 500 rupees സംതിങ്ങേ വരുന്നുള്ളൂ എന്നുള്ളതാണ്. 3 റൈഡിംഗ് മോഡ്സാണ് ഈ വണ്ടിക്കുള്ളത്: സിറ്റി, ഈക്കോ, സ്പോർട്സ്. അതുകൂടാതെ ഇത് റിവേഴ്സ് ഗിയർ കൂടി വരുന്നുണ്ട്. അപ്പോൾ 3+1 എന്നാണ് കമ്പനിയെ പറയുന്നത്. ഇതിൻ്റെ ബാറ്ററിയുടെ വാറണ്ടിയാണ് എന്നെ അതിശയിപ്പിച്ച് കളഞ്ഞത്. 15 years ആൻഡ് അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് ആണ് കമ്പനി വാറണ്ടി ബാറ്ററിക്ക് നൽകുന്നത്. അത് വിത്തിൻ ഒരു 5 years അല്ലെങ്കിൽ 75,000 കിലോമീറ്റേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഓണർക്കും ആ വാറണ്ടി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ് വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ. സ്റ്റാൻഡേർഡ് വാറണ്ടി വരുന്നത് 3 years അല്ലെങ്കിൽ 45,000 കിലോമീറ്റേഴ്സ് ആണ്. അതും നമുക്ക് സെക്കൻഡ് ഓണർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. മാറ്ററിനെ കുറിച്ച് അറിയാത്തവർക്ക് ഇതൊരു അഹമ്മദാബാദ് ബേസ്ഡ് കമ്പനിയാണ്. അത് ഗുജറാത്തിലാണ് അവരുടെ പ്ലാന്റ് മൊത്തം ഉള്ളത്. കമ്പനി ക്ലെയിം ചെയ്യുന്നത് റേഞ്ച് എന്ന് പറഞ്ഞാൽ 175 kilometers ആണ്. പക്ഷേ കസ്റ്റമർ റിവ്യൂ അറിയാൻ കഴിഞ്ഞത് 120 to 125 ഒക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഈ വണ്ടിക്ക് ഒരു ഓൺ ബോർഡ് ചാർജറാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ ചാർജറിലൊക്കെ ഒരു ബോക്സ് കണ്ടിട്ടില്ലേ, ആ ബോക്സ് ഇതിനില്ല. നമ്മൾ സാധാരണ മൊബൈൽ ചാർജർ കുത്തുന്ന പോലെ ചെറിയൊരു കേബിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ആ ബോക്സ് വരുന്നത് ഈ ടാങ്കിൻ്റെ ഉള്ളിലാണ്. 0 to 80% ചാർജ് ആവാനായിട്ട് ഓൾമോസ്റ്റ് 5 hours എടുക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. ഫാസ്റ്റ് ചാർജറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോബ്ലി ഒരു 1.5 hours ഫുൾ ചാർജ് ആവും. പക്ഷേ വണ്ടിയുടെ കൂടെ വരുന്നത് സ്ലോ ചാർജറാണ്. അതിന് ഓൾമോസ്റ്റ് ഒരു 5 hours എടുക്കും 0 to 80% ചാർജ് ആവാൻ വേണ്ടിയിട്ട്. വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വരുന്നത് 790 mm മാത്രമാണ്. വളരെ എളുപ്പമാണ് കൊണ്ടുനടക്കാനായിട്ട്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഞാൻ 5 feet 5 ആണ്. എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഈ വണ്ടി കൊണ്ടുനടക്കാൻ നേരത്തെ തോന്നിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഗിയർ EV ആണ്. സെഗ്മെൻറ്റ് ഫസ്റ്റ് ആണ്. 4-speed മാനുവൽ ഗിയർ ബോക്സ് ആണ് കമ്പനി ബൈക്കിന് കൊടുത്തിട്ടുള്ളത്. ഈ വണ്ടി കീലെസ് എൻട്രി ആണ്. അതാണ് വണ്ടിയുടെ കീ ഫോം വരുന്നത്. വണ്ടി ഇപ്പോൾ ലോക്ക്ഡാണ്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓണായി. വണ്ടി പവർ ഓൺ ചെയ്യണമെങ്കിൽ ക്ലച്ച് അമർത്തിയിട്ട് ഓൺ ചെയ്ത് ഇഗ്നിഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓണായി. കണ്ടോ, ഇതേപോലെ ഒരു ചെറിയ ബീപ്പ് കേൾക്കാം. മോട്ടർ ഓൺ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. വണ്ടിക്ക് കമ്പനി ഫ്രണ്ടും ബാക്കും ഡിസ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ സിംഗിൾ ചാനൽ ABS മാത്രമാണ് വരുന്നത്. അത് ഫ്രണ്ട് ബ്രേക്സിലാണ് വരുന്നത്. വണ്ടിയുടെ മിറേഴ്സ് കണ്ടോ, BMW GS ഓർമ്മപ്പെടുത്തുന്ന രീതിക്കുള്ളൊരു മിറേഴ്സാണ്. അത്യാവശ്യം നല്ല ഫങ്ഷണബിൾ മിറേഴ്സ് തന്നെയാണ്, അതിൽ ഡൗട്ടൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ക്ലച്ച് പിടിച്ച് വണ്ടി ഫസ്റ്റ് ഗിയറിലിട്ടു. നമ്മൾ സാധാരണ പെട്രോൾ ബൈക്ക് കൊണ്ടു നടക്കുന്ന പോലെ ഹാഫ് ക്ലച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ ഗിയറിലാണ്, ഇപ്പോൾ ഹാഫ് ക്ലച്ചിൽ കണ്ടോ മോട്ടർ വെറുതെ കറങ്ങുകയാണ്. അപ്പോൾ അത്രയും ലോഡ് കയറുമ്പോൾ വെറുതെ നമ്മുടെ റേഞ്ച് അത്രയും കുറയാണ്. ജസ്റ്റ് ഗിയർ ഇടുക, ക്ലച്ച് ഇടുക, എടുക്കുക. സെക്കൻഡ് ഗിയർ ഇട്ടു, ക്ലച്ച് ഇട്ടു. നമ്മൾ പെട്രോൾ ബൈക്സ് കൊണ്ടു നടക്കുന്ന പോലെ ഹാഫ് ക്ലച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഫീമെയിൽ റൈഡേഴ്സിനാണെങ്കിൽ കൂടി വണ്ടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ സെക്കൻഡ് ഗിയറാണ്. അതിൻ്റെ ഈക്കോ മോഡലാണ്. അപ്പോൾ അത്രയും പവർ കുറവാണ്, പക്ഷേ തീരെ മോശമെന്നല്ല. സെക്കൻഡ് ഗിയർ, ക്ലച്ച് ഇട്ടു, വിട്ടു, തേർഡ് ഗിയർ. അപ്പോൾ നമുക്ക് പലർക്കും ഡൗട്ട് ഉണ്ടാവും, ഇത് 4th ഗിയർ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി നീങ്ങുമോ? അതെനിക്കും ഉണ്ടായിരുന്ന ഡൗട്ട്. നമ്മളിത് 4th ഗിയറിൽ വണ്ടി ഇട്ടു. നമുക്ക് കാണാം 4th ഗിയറിലാണ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഗ്രാജുവലി നീങ്ങിക്കോളും. ഇത് ബീക്കോ മോഡലായതുകൊണ്ടാണ് കുറച്ച് കുറഞ്ഞ് കയറുന്നത്. അത് നമുക്ക് മാറ്റി ഒന്ന് സിറ്റി മോഡിലോട്ടാക്കാം. അപ്പോൾ കുറച്ചുകൂടി പവർ ഉണ്ടാവും. കണ്ടോ, ഞാൻ 4th ഗിയറിലാണ്, ഗിയർ മാറിയിട്ടേ ഇല്ല. ഇവിടുന്ന് വണ്ടി ഗ്രാജുവലി എടുത്തങ്ങ് പൊയ്ക്കോളും. അപ്പോൾ എൻ്റെ മനസ്സിൽ ആ ഡൗട്ട് ഉണ്ടായിരുന്നു, നമ്മൾ 4th ഗിയറിലൊക്കെ ഇട്ട് എങ്ങനെ സ്റ്റാൻഡ്സിൽ ട്രാഫിക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ വണ്ടി നീങ്ങൂലയാവോ? അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല, വണ്ടി നീങ്ങും. പിന്നെ പെട്രോൾ വണ്ടി ഓടിക്കുന്ന പോലെ തന്നെ ഓരോ ഗിയറിനും ഓരോ സ്പീഡുണ്ട്.
ഈ ബൈക്കിൻ്റെ സർവീസ് ഇൻ്റർവെൽ വരുന്നത് എവറി 5000 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 6 months ആണ്. ആകെ ഫസ്റ്റ് സർവീസ് മാത്രമാണ് 1000 കിലോമീറ്റേഴ്സിൽ വരുന്നത്. ബാക്കി എല്ലാ സർവീസും 5000 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 6 months കൂടുമ്പോഴാണ് വരുന്നത്. അതിന് ഏകദേശം നിങ്ങൾക്കൊരു 1000 rupees സംതിങ് ഒക്കെ സർവീസ് ചാർജ് വരുന്നുള്ളൂ. അതിൻ്റെ ഡിസ്പ്ലേ കണ്ടോ, അത്യാവശ്യം നല്ല ബ്രൈറ്റാണ്. എനിക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കി പെട്ടെന്ന് അൾട്രാ വയലറ്റിൻ്റെ ഒക്കെ ഒരു ഡിസ്പ്ലേ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസ് ആണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. കുറേ കൂടി അഗ്രസീവ് ആണ് പോസ്റ്റർ, പക്ഷെ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. മേ ബി നല്ല പൊക്കമുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നിയേക്കാം. പക്ഷെ എനിക്ക് ഇതുവരെ ഓടിച്ചിട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല കേട്ടോ. മിററിൻ്റെ വിസിബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പ്രാക്ടിക്കൽ മിറേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് BMW GSൻ്റെ മിററായിട്ട് ചെറിയൊരു സാമ്യം എവിടേക്കോ ഒന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് EV ആണല്ലോ അല്ലേ, നമുക്കങ്ങനെ വെച്ച് കിച്ച് പോകാൻ പറ്റില്ല. ഇപ്പോൾ റേഞ്ച് കാണിക്കുന്നത് 40 കിലോമീറ്ററാണ്. ഞാൻ അധികം അങ്ങ് പോയി കഴിഞ്ഞാൽ തിരിച്ച് ഞാൻ ചിലപ്പോൾ ഷോറൂം എത്തൂല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വളയ്ക്കാം. ഞാൻ എൻ്റെ ഗിയർ ഷിഫ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ വണ്ടിയുടെ ഗിയർ ഷിഫ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതേ ഫസ്റ്റ് ഗിയറിലാണ്, വണ്ടി സിറ്റി മോഡലാണ്. നമുക്ക് വണ്ടിയുടെ പുള്ളി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഗിയർ 30 കിലോമീറ്റർ, സെക്കൻഡ് ഗിയർ ആകുമ്പോൾ 45, തേർഡ് ഗിയർ ആകുമ്പോൾ 65, 68. ഓ നൈസ്. ചേട്ടാ. ഇപ്പോൾ ഫോർത്ത് ഗിയർ ഒരു 85, 90 വരെ പോകുന്നതാണ് എൻ്റെ വിശ്വാസം. യെസ്, 90. ഇറ്റ്സ് നോട്ട് ബാഡ്. ഭയങ്കര സ്മൂത്താണ്, ഒരു വൈബ്രേഷനും ഇല്ല. ഇപ്പോൾ EV ബൈക്ക് വിത്ത് ഗിയർ അതൊരു ഡിഫറെൻറ്റ് ഫീലാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റാണ് ഒരു ഗിയർഡ് EV. അത് ഞാനിത് ഇപ്പം ഇന്ന് ആദ്യമായിട്ടാണ് ഓടിക്കുന്നത്. വണ്ടി കൊള്ളാം, ആ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ട് വണ്ടി ഓടിക്കുമ്പോൾ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഫുള്ള് E20യുടെ ബഹളവും വണ്ടി നശിയലും പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ വണ്ടി ആരെടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂട്ടർ ബൈക്സ് യൂസ് ചെയ്യുന്നവരുണ്ടല്ലോ. ഇപ്പോൾ ഒരു ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ ആയിക്കോട്ടെ, പാഷൻ ആയിക്കോട്ടെ, അതല്ല ഏത് കമ്മ്യൂട്ടർ ബൈക്സ് യൂസ് ചെയ്യുന്ന ഒരാളും നിങ്ങൾക്ക് പെട്രോൾ ബിൽസ് സേവ് ചെയ്യാം, നിങ്ങൾക്ക് ഗിയറിൻ്റെ ഫീല് കിട്ടുന്നുണ്ട്, വണ്ടിക്ക് നല്ല ലുക്കുണ്ട്. അപ്പോൾ വൈ നോട്ട്. 1,75,000 1,80,000 എങ്ങാണ്ടാണ് ഷോറൂം ബാംഗ്ലൂർ പ്രൈസ് വരുന്നത്. ഗിയർ ഓയിൽ ചേഞ്ചും കൂളൻ ചേഞ്ചും വരുന്നത് 45,000 കിലോമീറ്റേഴ്സിലാണ്. അതുവരെ ജസ്റ്റ് എല്ലാ 5,000 കിലോമീറ്റേഴ്സിൽ സർവീസിന് കൊടുക്കാം. പ്രോബ്ലി ബ്രേക്ക് പാഡ്സ് വെയർ ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് പാഡ്സ് മാറും, അത്രയേ ഉള്ളൂ. നമ്മൾ സ്പോർട്ട് മോഡിലിട്ടു. സ്പോർട്ട് മോഡിലിടുമ്പോൾ മൊത്തം ക്ലസ്റ്റർ ഒന്ന് റെഡ് ആവുന്നുണ്ട്. നമ്മൾ 4 40, 60, 75. 80 പോയി. നൈസ്. 85. കൊള്ളാം. തേർഡ് ഗിയർ. ഈ ഫോർത്ത് ഗിയറിൽ സ്വിച്ച് ചെയ്യുന്നു. നമ്മൾ 101 കഴിഞ്ഞു. അപ്പോൾ സ്പോർട്സ് മോഡിൽ മാത്രമാണ് 100 ക്രോസ് ചെയ്യുന്നത് കേട്ടോ. സിറ്റിയിലും ഈക്വൽ നിങ്ങൾ 100 കടക്കില്ല. സ്പോർട്സ് മോഡിൽ മാത്രമാണ് 100 കടക്കുന്നത്. സ്പോർട്സ് മോഡിൽ ചെറിയ രീതിയിലുള്ള പ്രാന്തൊക്കെ നമുക്ക് കാണിക്കാം. നമ്മളിപ്പോൾ ഇത്ര നേരം ഹൈവേസിലായിരുന്നില്ലേ, ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലേക്ക് ഒന്ന് കയറി നോക്കാം. ഇപ്പോൾ ഞാനുള്ളത് അത്തിബല് സർജാപൂർ റോഡിലാണ്. അത്യാവശ്യം ട്രാഫിക് ഉണ്ട്. ഞാനിപ്പോൾ അതൊക്കെ ഇങ്ങനെ പട്ടക്കപ്പാടി പോവുകയാണ്. പലർക്കും ഒരു കൺസേൺ ഉണ്ടാകും, ഇപ്പോൾ ഫോർത്ത് ഗിയറിലിട്ട് നമ്മളിങ്ങനെ ലോഡ് വലിച്ചെടുക്കുമ്പോൾ റേഞ്ച് കുറയുമോ എന്നുള്ളത്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ ഗ്രാജുവലി വണ്ടി കയറുള്ളൂ എന്ന് മാത്രം. ഇപ്പോൾ നമ്മൾ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലൊക്കെ പോകുമ്പോൾ ഗിയർ ഡൗൺ ചെയ്ത് പോകണമെന്ന് യാതൊരു നിർബന്ധമില്ല. പെട്രോൾ എൻജിൻസിലൊക്കെ ഉള്ള പോലെ. റീജൻ ബ്രേക്കിംഗ് ഉണ്ട്. ഇപ്പോൾ സ്ട്രേറ്റ് റോഡ്സിൽ പ്രത്യേകിച്ച് അറിയില്ല. നമ്മൾ നല്ല ഇറക്കത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ത്രോട്ടിൽ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ റീജൻ ബ്രേക്കിങ്ങിന് ഇങ്ങനെ ചാർജ് കയറി വന്നോളൂ. ഇപ്പോൾ ഒരു EV സ്കൂട്ടർ എടുക്കാമെന്ന് ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കൂട്ടേഴ്സിന് അതിൻ്റേതായ ഒരു പരിമിതിയുണ്ട്. സ്പീഡ് കൂടുമ്പോൾ ചെറിയ ടയേഴ്സാണ്. ഇപ്പോൾ സ്റ്റെബിലിറ്റിയുടെ ഒരു ഇഷ്യൂ നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് ആ കോൺഫിഡൻസ് കുറവുണ്ടാവും. ഇത് 17 ഇഞ്ച് ടയേഴ്സാണ്, ഒരു ബൈക്ക് തന്നെയാണ്, ഗിയർ ഉണ്ട്. ആ ഒരു കോൺഫിഡൻസ് കുറവ് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ആകെ ഒരു കുറവെന്ന് പറയാനുള്ളത് സിംഗിൾ ചാനൽ ABS ആണ്, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എവറി 20,000 കിലോമീറ്റേഴ്സിലാണ് കമ്പനി ചെയിൻ റീപ്ലേസ്മെൻറ്റ് പറയുന്നത്. നമ്മൾ ബൈക്ക് കൊണ്ടു നടക്കുന്ന പോലെ എവറി 500 കിലോമീറ്റേഴ്സിൽ ചെയിനൊക്കെ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്ത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് 25,000 കിലോമീറ്റേഴ്സ് വരെയൊക്കെ ചെയിൻ ലൈഫ് കിട്ടിയേക്കാം.
ഞാൻ ഈ ഓടിച്ച പോലെ ഒക്കെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 120 ഒന്നും എക്സ്പെക്ട് ചെയ്യരുത് കേട്ടോ. ഒരു 90-100 ഒക്കെ മാക്സിമം എക്സ്പെക്ട് ചെയ്താൽ മതി. പക്ഷേ ഗിവൺ ആ ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഗിയറുള്ള EV ബൈക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ് കേട്ടോ. വാങ്ങിക്കേണ്ടോ എന്നുള്ള സെക്കൻഡറി. നിങ്ങൾ എന്തായാലും ഈ വണ്ടി അടുത്തുള്ള ഷോറൂമിൽ പോയിട്ട് വണ്ടി ഓടിച്ച് നോക്കണം. ഇത് ചാർജിങ് പോർട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ സെൻറ്റർ ബട്ടൺ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ചാർജിങ് പോർട്ട് ഓപ്പണായി വരും. അതിൻ്റെ അകത്ത് നമുക്ക് ചാർജർ സ്റ്റോർ ചെയ്യാം. ചാർജർ കൂടാതെ ഒരു ടൈപ്പ് എ ചാർജിങ് പോർട്ട് കൂടി വരുന്നുണ്ട്. മാറ്റർ എയറ 5000+ൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഷോക്സ് വരുന്ന ഗബ്രിയലിനാണ്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ തന്നെയാണ്. എനിക്കങ്ങനെ ഭയങ്കര സ്റ്റിഫായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ തന്നെയാണ് ഷോക്സ് വരുന്നത്. ഈവൻ നമുക്ക് ടേണൊക്കെ ഇട്ട് പോകാനാണെന്നുണ്ടെങ്കിലും നല്ല കോൺഫിഡൻസ് തരുന്നുണ്ട്. ഈ വണ്ടി വെച്ചിട്ട് ഈ പൊട്ടിപ്പൊളിഞ്ഞ റോട്ടിൽ കൂടെ ഒക്കെ പോയിട്ട് വീഡിയോ കാണുന്നതിൽ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, ഇത് ഭയങ്കര ഒരു ക്വാളിറ്റി ഇല്ലാത്ത വണ്ടിയാണ്, അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവും. കുഴിയൊക്കെ ചാടുമ്പോൾ നമ്മൾ പെട്രോൾ ബൈക്കുകളൊക്കെ ചാടിച്ചെടുത്തുകൊണ്ട് പോകില്ലേ, അതിൻ്റെ പോലും ഒരു വൈബ്രേഷൻ ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇതിൽ 5000 കിലോമീറ്റർ ഓടിയൊരു വണ്ടിയാണ്. നോക്കിക്കോ, കണ്ടോ, ഇപ്പോൾ ഈ കുടിയൊക്കെ അടുത്ത് ചാടിയില്ലേ, ഒരു തരി ഇളക്കമോ പറയലോ ഒന്നും എവിടെ നിന്നും കേൾക്കുന്നില്ല. സൗത്ത് ബാംഗ്ലൂർ, ഹൊസൂർ ആ ഭാഗത്തൊക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തിബേലെ മാറ്റർ ഷോറൂമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അത്തിബേലെ സെയിൽസ് ടീമിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. അതിലൊരു മലയാളിയുണ്ട്, പുള്ളിയുടെ പേര് ശ്രീ എന്നാണ്. പുള്ളിയാണ് എനിക്ക് വണ്ടി ഇന്ന് ടെസ്റ്റ് റൈഡിന് അറേഞ്ച് ചെയ്ത് തന്നത്. ഏകദേശം ഒരു 2 hours ആയിട്ട് വണ്ടി എൻ്റെ കയ്യിൽ തന്നെയാണ്. അതുകൊണ്ട് ശ്രീക്ക് വലിയൊരു ഷൗട്ട് ഔട്ട്. എനിക്ക് ഇത്രയും നേരം വണ്ടി തന്നതും വണ്ടി കുറേ അറിയാൻ കഴിഞ്ഞു. എനിക്ക് നിങ്ങളൊരു EV സ്കൂട്ടറൊക്കെ എടുക്കാൻ മടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നോക്കാവുന്നതുണ്ട് EV ബൈക്ക്. ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ടേൺ ഇടാൻ നേരത്ത് നല്ല ഷാർപ്പ് ടേണൊക്കെ വരുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് വണ്ടി കിടത്താം. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്കൂട്ടറൊക്കെ ആകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കുറവായിരിക്കും. ടേണൊക്കെ വരുമ്പോൾ അങ്ങ് ലീൻ ചെയ്ത് പോകണോ എന്നുള്ള ഒരു ഡൗട്ടൊക്കെ വരും. ഇതിന് അങ്ങനത്തെ ഒരു ഡൗട്ടും വേണ്ട. അതിപ്പോൾ ഹമ്പൊക്കെ വന്നു കഴിഞ്ഞാൽ എടുത്ത് ചാടിച്ചങ്ങ് എടുത്തുകൊണ്ട് പോവാം. സ്കൂട്ടറാകുമ്പോൾ അതൊന്നും പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ ഷോക്സ് കംഫർട്ടബിൾ തന്നെയാണ്. ആ ഒരു കാര്യത്തിൽ ആർക്കും ഒരു ഡൗട്ട് വേണ്ട. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ. മാറ്റർ എയറ 5000+ൻ്റെ എൻ്റെ ഒരു റൈഡ് റിവ്യൂ ആയിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. മാറ്റർ എയറിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സിൻ്റെ താഴെ കമൻറ്റ്സ് അറിയിക്കാം. ഇനിയൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് മീ സണ്ണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. റൈഡ് സേഫ്. ബൈ.